വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഇടവകയിൽ 32 കുട്ടികളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്കായി വന്നത്. കഴിഞ്ഞ 2023 മെയ് 28-ാം തീയതിയാണ് നമ്മുടെ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്തത്. അന്ന് തൊട്ട് ഒരു വർഷക്കാലം നമ്മുടെ കുട്ടികൾ മഴയായാലും വെയിലായാലും കൊടുങ്കാറ്റായാലും പേമാരിയായാലും പനിയായാലും അസുഖമായാലും അവർ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചു. നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, നമ്മുടെ കുട്ടികളെ കുർബാനയ്ക്ക് വരുന്നത് ആളുകളുടെ എണ്ണം കൂടണം. ജൂബിലി ആഘോഷിക്കുമ്പോൾ 150 വർഷം പൂർത്തിയാക്കിയതിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ നിറവിലാണ് ഞങ്ങളുടെ ഒരു ഇടവക. ആയതുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് ആശയം മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ച് സ്പോൺസർ ചെയ്ത വ്യക്തിയെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ഒന്നോർക്ക് കൈയടിച്ചോ. അതുപോലെ കുട്ടികളെ 32 കുട്ടികളാണ് വന്നത്. അപ്പോൾ അവരെയും പ്രത്യേകം അനുമോദിക്കണം, അഭിനന്ദിക്കുന്ന പേരുകൾ സിസ്റ്റർ വായിക്കും. ജൂബിലി ജനറൽ കൺവീനർ ശ്രീ ജോസ് മഞ്ഞളെ ക്ഷണിച്ചോളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഒരു വർഷം നീണ്ടുനിന്ന പരിപാടിയിൽ ഉൾപ്പെട്ട ഒരു പരിപാടിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഈ ജൂബിലി വർഷം മുഴുവൻ എല്ലാം സഹിച്ചു വരുന്ന കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കണമെന്നുള്ളത്. അതിന് നമ്മൾ സ്പോൺസറെ കണ്ടെത്തി അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. ആ കുട്ടികളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇത് കൊടുക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വികാരിച്ചിനെയും ഇതിനോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സിസ്റ്ററാണ് ഇവരുടെ ഡെയിലി അറ്റൻഡൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. സിസ്റ്ററെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. ഇതിൽ സംബന്ധിക്കാനെത്തിയ നിങ്ങളെ എല്ലാവരെയും മറ്റു വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഗ്നൽ ജോ പി എ, എമില ടി ആർ, ബ്യൂല ടി ആർ, അനറ്റ് ജോസഫ്, എൽസ ജോസ്, മെറിൻ ജോസ്, ആഗ്ന എലിസബത്ത്, അൽഫോൺസ് എം എസ്, ഹന്ന മരിയ എം എസ്, അലീന ടി ടി, അമിത് പി ടി, എൽവിസ് ജോസഫ്, നഥാനയിൽ എം എസ്, കെവിൻ പി ജസ്റ്റിൻ, ജിൽജോ ജോഷി, മരിയ ഇ എ, നിവിൻ ജോസ്, ഡാനിയ ഡേവിസ്, ഏഞ്ചൽ റോസ് ടി ബിജു, ഫാബി അലൻസോ, ആഷ്ലിൻ ബിജോ, ഫാബിയോ ഷെൽഫി, എയിൻസ്റ്റീൻ ഇ എസ്, ജസ്റ്റീന, ഡെസ്നി ഡേവിസ്, ജുലിറ്റ പി ജെ, ബെനിറ്റ പി ജെ, എറിക് ബെൻസി, ഏഞ്ചലീന പോൾസൺ, ഡെൽജോ ആന്റണി, ക്രിസ്റ്റീനോ പി ഡി. സമ്മാനം വിതരണം ചെയ്യാനായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ആൻഡോച്ചോ, ജനറൽ കൺവീനർ ജോസ്റ്റാഡൻ, സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാനിവിടെ ഒത്തിരി കൊച്ചുമക്കളെ കാണുന്നുണ്ട്. 150-ാം വർഷത്തിൻ്റെ നികവിൽ നിൽക്കുന്ന നമ്മുടെ പള്ളിയിൽ 30 പേരെ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് 150 കൊച്ചുങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. നമ്മുടെ പള്ളി ഒത്തിരി വളർന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കൊച്ചുമക്കൾക്ക് അവരെല്ലാ ദിവസവും പള്ളിയിൽ വരാനും അതിനുള്ള പ്രോത്സാഹനം നൽകിയ മാതാപിതാക്കളെയും ഞാൻ ഓർക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 അല്ല നമുക്ക് വേണ്ടത്, 150 ഇനി അടുത്ത ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ 160-ാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ 160 മക്കളെങ്കിലും മുന്നിൽ വരണം, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നതിനായിട്ട്. അതിനെ നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കണം. പള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന സംസ്കാരങ്ങളാണ്. നമ്മൾ പള്ളിയിൽ കുർബാന കാണാൻ വരുന്നു. എത്രയോ മക്കളുടെ വിവാഹം നമ്മുടെ പള്ളിയിൽ നടന്നിട്ടുണ്ട്. എത്രയോ നമ്മുടെ പൂർവികന്മാരുടെ മരിച്ച അടക്ക് നമ്മുടെ പള്ളിയിൽ നടന്നിട്ടുണ്ട്. ഇത്രയും പാരമ്പര്യമുള്ള പള്ളിക്ക് ഒത്തിരി ആൾക്കാർ സ്ഥിരമായിട്ട് പള്ളിയിൽ കുർബാന കാണാൻ വരുന്നത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. എത്രയോ മക്കൾ, ഈ മക്കളുടെ എല്ലാവരെയും ബാപ്റ്റിസം ഇവിടെയാണ് നടന്നിരിക്കുന്നത്. അത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ പള്ളിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു ചടങ്ങ് ചെയ്യാൻ സാധിച്ചതിന് എന്നെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ആൻഡോച്ചനെ പ്രത്യേകിച്ചായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹം 150-ാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം നമ്മെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി പറയാൻ പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്ററാണ് ഒരു വർഷം ഈ കുട്ടികളെല്ലാവരും നോക്കിയത്. അപ്പോൾ സിസ്റ്റർ ഒരു സ്ഥലത്തേക്ക് പോയില്ല. സിസ്റ്റർ എല്ലാ ദിവസവും ഇവിടെ വന്ന് കുട്ടികളുടെ സിസ്റ്റർ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി കൊടുക്കണം. കാരണം മുടങ്ങാതെ എല്ലാ ദിവസവും കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത സിസ്റ്റർ സിസ്റ്ററിനാണ് പ്രത്യേകിച്ച് നന്ദിയോടുകൂടി അവർക്ക് സിസ്റ്ററിന്റെ നന്ദി നമുക്ക് പ്രകടിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഒരു വർഷക്കാലം നമ്മൾ വിവിധ പരിപാടികളിലൂടെ ജൂബിലി വളരെ സന്തോഷത്തോടെ തന്നെ വിവിധ പരിപാടികളിലൂടെ നമ്മൾ ആഘോഷിച്ചു വരികയായി. ഇന്ന് 2024 മെയ് 19 അതിൻ്റെ സമാപന സമ്മേളനം ആദരവോടെ ഏറ്റവും സ്നേഹത്തോടെ
ഇടവകയായ ANDU സെന്റ് തോമസ് ഇടവക ശ്രദ്ധേയമായ 150 വർഷങ്ങൾ പിന്നിട്ട് ശതോത്തര സുവർണ ജൂബിലിയുടെ നിറവിൽ എത്തിയിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടുനിന്ന വിവിധ കർമ്മ പരിപാടികളിലൂടെ കൂട്ടായ്മയുടെ ജൂബിലി ഇടവക സമൂഹം ആഘോഷിച്ചു. 2023 ഏപ്രിൽ 1-ാം തീയതി വികാരി ഫാദർ വർഗീസ് കടക്കളത്തൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇടവക യോഗം ജൂബിലി ആഘോഷ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ജനറൽ കൺവീനർ ജോസ് മഞ്ഞളി, ജോയിന്റ് കൺവീനർ സിബി ഫ്രാൻസിസ്, സെക്രട്ടറി സോണി. ഇവിടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ച് നടത്തുകയും പ്രിയ മാതാപിതാക്കളെ, സഹോദരി 2 വാക്ക് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 150 വർഷം എൻ്റെ തന്നെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ വീട് ഈ തീരദേശത്ത് തന്നെയാണ്, വലപ്പാടാണ്, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. പക്ഷെ എൻ്റെ ഓർമ്മ വെച്ച നാളുകളിൽ അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, എനിക്കും നിനക്കും വേണ്ടി മുറിച്ചു നൽകപ്പെട്ട ശരീരമാണ്, പങ്കുവയ്ക്കാനുള്ള വിളിയാണ് നീ സ്വീകരിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന നിനക്ക് നൽകുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ, അത്തരത്തിലുള്ളൊരു ജീവിതം വളർത്തി എടുക്കാനും പരിശീലിപ്പിക്കാനും ഇടവരണം. അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായിട്ട് ഭൗതികമായിട്ടുള്ള വളർച്ചയോടൊപ്പം ക്രൈസ്തവ ജീവിതവും വളർന്നു വരിക. എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും, എൻ്റെ വീട്ടിൽ എൻ്റെ മിടുക്കൊന്നുമല്ല, ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ ജന്മദിനം ആഘോഷിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഒരു അനാഥശാലയിലാണ്. അപ്പനും അമ്മയും അവരൊന്നും ഇല്ലാത്ത ഒരു ഓർഫനേജിലാണ്. ഓരോ വർഷവും ഞാൻ ജനിക്കുന്ന സമയത്ത് ആ ഓർഫനേജിലുണ്ടായിരുന്ന പെൺകുട്ടികളുടെ ഒരു ഓർഫനേജായിരുന്നു. ആ സമയത്ത് ആ ഓർഫനേജിലെ കൈക്കുഞ്ഞായിരുന്ന കുട്ടിയുടെ വിവാഹം തീരുന്നത് വരെ ഏതാണ്ട് 20 വർഷത്തോളം എൻ്റെ ബർത്ത്ഡേ ആ ഓർഫനേജിലാണ് ആഘോഷിച്ചത്. ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബം മുഴുവൻ, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ആ ഓർഫനേജിൽ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുമായിരുന്നു. Strawberry on my lips and sugar fingertip. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന തോണി പിതാവി, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ജോൺസൺ അച്ഛൻ, സിസ്റ്റർ ഷാനികരിയ, സോനിയട്ടൻ, ജെയിംസ് അച്ഛൻ, അതുപോലെ ജോർജ് അച്ഛൻ, ജനറൽ കൺവീനർ ജോസ് അച്ഛൻ, പ്രിയ കമ്മിറ്റി അംഗങ്ങളെ, നല്ലവരായ ഇടവക്കാരെ, ശതോത്തര സുവർണ ജൂബിലി നിറവിലാണ് നമ്മുടെ ANDU ഇടവക. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതിയാണ് അവിടെ ചാർജ് എടുത്തത്. അപ്പോൾ തന്നെ എനിക്കറിയാം ഇവിടെ ജൂബിലി ആഘോഷം ഉണ്ടെന്നുള്ളത് ഞാൻ വടക്കമ്പതിക്കാട് വെച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നത് തന്നെ ഈ ശതോത്തര സുവർണ ജൂബിലി സമാപിക്കാനായിട്ട് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഓൾറെഡി തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നടത്തിക്കൊണ്ടായി മാത്രം മതി. തേങ്ങയും കശുവണ്ടിയും ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ തേങ്ങണ്ടിയൂര് ലോപിച്ചിട്ടാണ് ഏങ്ങണ്ടിയൂരായത്. അപ്പം അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. ശരിയാണെന്ന് വിചാരിക്കണം. അതിലങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഒരു തമാശയ്ക്ക് എഴുതി വെക്കില്ലല്ലോ, സീരിയസ് ആയിട്ട് എഴുതി വെച്ചതായിരിക്കും. അതായിരിക്കും നമ്മുടെ പൂർവ്വ ചരിത്രം പേര് വരാൻ കാരണം. പക്ഷെ പിതാവ് സൂചിപ്പിച്ച പോലെ അതിനു മുമ്പ് 150 വർഷം മുമ്പൊക്കെ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹം തന്ന മാതൃകയിലാണ് വിശ്വാസം വളർത്തിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഈ ആഘോഷങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇന്നത്തെ സമർപ്പിത സംഗമമായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട 2 അച്ഛന്മാരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ,
ബഹുമാനപ്പെട്ട സിസ്റ്റർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ ഇടവക മക്കളെ, ഈ 150 വർഷം പൂർത്തിയാകുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസയാത്രയുടെ ആഘോഷമാണ് അവസാനിപ്പിക്കുന്നത്. ഈ ആഘോഷങ്ങളിലൂടെ നമ്മൾ പല സന്ദേശങ്ങളും കേട്ടു കഴിഞ്ഞു. പക്ഷേ ഇടവക അംഗം എന്ന നിലയിലും വികാരിയച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം, നിറഞ്ഞ കൈയടി കൊടുക്കാം. നല്ല കൈയടി കൊടുക്കണം. എല്ലാ ഭാരവാഹികളെ തീക്ഷ്ണമായ മത്സരങ്ങൾക്കൊടുവിൽ ഏകട്ടിയൂരിലെ കുടുംബ യൂണിറ്റുകളിൽ നിന്ന് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ സെന്റ് ആൻഡ്രൂസ് കുടുംബ കൂട്ടായ്മ. നല്ല കൈയടി. നമ്മുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഉന്നത പഠനത്തിന് സ്കോളർഷിപ്പ് വിതരണം നടത്താൻ നമ്മുടെ ഇടവകയിലെ തന്നെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ക്യാഷ് അവാർഡാണ്. PG 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അവരിവിടെ വന്ന് തോമസ് അച്ഛൻ്റെ കയ്യിലുണ്ട്, അത് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഫ്രിൻഡോ ഫ്രാൻസിസ് ഫാർമസിയാണ് പഠിക്കുന്നത്, ഫാർമക്കോളജി. ഷിനോസ് വർഗീസ്, അവര് സ്ഥലത്തില്ല. ലിയോൺ പി ജോസഫ് പഠിക്കുന്നത് MSc-ക്കാണ്. സജീഷ് പി സണ്ണി MBA സ്റ്റുഡൻ്റാണ്. സോണൽ തെരേസ MCA സ്റ്റുഡൻ്റാണ്. ജാസ്മിൻ ജോസ് പി MSc സ്റ്റുഡൻ്റാണ്. മരിയാൻ കരോലിൻ MSc സ്റ്റുഡൻ്റ്. ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫാദർ ആൻഡോ ലുക്കാരൻ, നമ്മുടെ വികാരിയച്ഛൻ, തോമസ് വികാരിയച്ഛൻ, എല്ലാവരും, ബഹുമാനപ്പെട്ട ജെയിംസ് ജോർജ് പീറ്റർ, എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മുന്നീറിൻ്റെ പ്രകാശനമാണ്. ചരിത്രം അറിയുന്നവനാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്നത്. സുവർണ ജൂബിലിയുടെ സ്മരണയുടെ പ്രകാശനമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയോടെ നമ്മുടെ സൗകര്യം പ്രകാശനം ചെയ്തിരിക്കുകയാണ്. സ്നേഹമുള്ള വികാരിയച്ഛ, തോമസ് അച്ഛ, ജോൺസൺ അച്ഛ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ പ്രിയ ദൈവജനമേ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്ന് ആയിരിക്കുക. കൈരണ്ടിയൂർ സെന്റ് തോമസ് ഇടവക ദേവാലയം അതിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒരു മഹനീയ ദിനമെന്ന് ഈ ദിനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കഴിഞ്ഞൊരു വർഷം നമ്മുടെ ഈ ജൂബിലിയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഓരോ സെന്റ് തോമസ് ചർച്ച് ട്രസ്റ്റി പ്രതിനിധിയായി ശ്രീ ജോർജ് പീറ്റർ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആൻഡ്രു അച്ഛ, ജോൺസൺ അച്ഛ, തോമസ് അച്ഛ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇടവകങ്ങളെ, 150 വർഷം നമ്മൾ പിന്നിട്ടു. അതിൻ്റെ ആഘോഷവേളകൾ വർഗീസ് അച്ഛൻ തുടങ്ങി വെച്ചു. അതിൻ്റെ ബാറ്റൺ നമ്മുടെ ആൻഡ്രു അച്ഛന് കൈമാറി.
ഇരുന്നതിൻ്റെ സമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മറ്റുള്ള ഭാരവാഹികളും ഈ ഒരു വർഷക്കാലം ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രയത്നിച്ചത്, അതിൻ്റെ എല്ലാം സമാപ്തിയാണ് ഇന്ന്. എന്തായാലും ഈ ജൂബിലി വേളയിൽ ഈ സമാപന സമ്മേളനത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ശ്രീ ജോർജ് പീറ്റർ. ബഹുമാനപ്പെട്ട ആൻഡ്രോച്ച, ജോൺസൺ അച്ഛ, തോമസ് അച്ഛ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ
പൈശാചിക ശക്തി തന്റെ വാക്കിൽ പാമ്പിന്റെ രൂപത്തിലെത്തിയോരാ പൈശാചിക ശക്തി തന്റെ വാക്കിൽ വീണുപോയ പെണ്ണു തീക്കനി തിന്നു കൽപ്പന ലംഘിച്ചു പാപമേറ്റു. ദൈവമായി തീരുവാനുള്ളൊരാശയിൽ ദൈവത്തിൻ കൽപ്പന ലംഘിച്ചവർ ഉള്ളതുപോലും നഷ്ടമായി ദിവ്യ പർദീസയിൽ നിന്നും പടിയിറങ്ങി. കാലം തികഞ്ഞപ്പോൾ കൺമണിയായി കായേനും ആബേലും പിറന്നു. താഴത്തു വയ്ക്കാതെ ആദവും ഹൗവയും താരാട്ടുപാടി നിർവൃതി. കായേൻ വളർന്നു കരുത്തനായി കാരിരുമ്പിൻ കട്ടിയുള്ളിലേറി. ആബേൽ വളർന്നു വിനീതനായി ആട്ടിടയൻ നല്ലൊരാട്ടിടയൻ. അരുമയമാടിനെ കാഴ്ചവെച്ചു ആബേൽ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങി. നല്ലൊരു ദൈവത്തിൻ സന്നിധേ കാത്ത കായന്റെ ബലിയോ തിരസ്കൃതമായി. അതു കണ്ട കായന്റെ ചങ്കിനുള്ളിൽ കലിയേറി കാലുഷ്യം പെരുകി വന്നു. കലിതുള്ളി പകയേറി കായേനെന്നാൽ പാവമാവേദിനെ കൊന്നുവല്ലോ. സോദര ചോരയാൽ ആദ്യമായി ഭൂമി നനച്ചവൻ ശാപമേറ്റു. ആർത്തിയ സൂയ ഉള്ളിലേക്ക് കായന്മാരൂഴിയിൽ പെരുകുമ്പോൾ പാപമാവേലിൻ നിലവിളിയെന്നും ഉയരുകയാണീ ലോകത്തിൽ. Thank you, Sneha Bolson and team. ഈ ആഘോഷ ചടങ്ങുകൾ പ്ലാൻ ചെയ്യുന്നത് മുതൽ ഓരോ മീറ്റിങ്ങുകളിലും ഞാൻ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുണ്ട്. ജോസേട്ടൻ ഓരോ കുറിപ്പുമായി കൃത്യമായി നോട്ട് ചെയ്തിട്ടാണ് ഓരോ മീറ്റിങ്ങിന് സിറ്റിങ്ങിനിരിക്കുമ്പോഴും വന്നു ചേരുക. വളരെ ചുറുചുറുക്കോടെ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ ജോസ് മഞ്ഞളി അവർക്ക് ഏങ്ങണ്ടിയൂർ ഇടവകയുടെ പേരിൽ ഈ സമാപന ചടങ്ങിന്റെ സ്വാഗതം ആശംസിച്ചതിനടക്കം ഒട്ടേറെ നന്ദി അറിയിക്കുകയാണ്. സോണി സോളമൻ ഒരുപാട് തിരക്കുകൾക്കിടയിലും വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ തോമസ് അച്ഛൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. 39ാം തിരുപ്പട്ട വാർഷികത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നത് മൗനമായി നിന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമാപന ചടങ്ങിൽ സമ്മാന വിതരണവും അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ ഇടവകക്കാർക്ക് സർപ്രൈസ് ആയി കിട്ടിയ സ്കോളർഷിപ്പ്, ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയ സ്കോളർഷിപ്പുകളുടെ വിതരണവും നമ്മുടെ ബഹുമാനായിട്ടുള്ള തോമസ് മഞ്ഞളി അച്ഛനാണ് നിർവഹിച്ചത്. ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അച്ഛനെ അറിയിക്കുന്നു.
ഒരു ദിദിമോസ് നാടകം മാത്രം മതി ഏങ്ങണ്ടിയൂർക്കാർക്ക് ഈ 150-ാം ജൂബിലി ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനായിട്ട്. അച്ഛൻ്റെ സാന്നിധ്യത്തിലും അച്ഛന് ഏറെ നന്ദി ഏങ്ങണ്ടിയൂർ ഇടവകയുടെ പേരിൽ അറിയിക്കുകയാണ്. വളരെ സുദീർഘമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മാല തന്നെ ഈ ഒരു വർഷം ഈ കമ്മിറ്റിക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ ശ്രീ സോണി സോളമൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ തോമസ് നാമധാരികളുടെ സംഗമം, ദമ്പതികൾക്കായി നടത്തിയ സെമിനാർ, യുവജന ക്യാമ്പ്, മുൻ ട്രസ്റ്റിമാരുടെയും അതുപോലെ തന്നെ ഇവിടെ ഏങ്ങണ്ടിയൂരിലുണ്ടായിരുന്ന മുൻ വികാരിമാരുടെയും സംഗമം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നടത്തിയ സെമിനാർ, അതുപോലെ തന്നെ കരുണയുടെയും ഉപയുടെയും പ്രവർത്തനങ്ങളും ഒരുപാട് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ് എന്നിവയെല്ലാം ഈ ശതോത്തര ജൂബിലി വർഷത്തിൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഏങ്ങണ്ടിയൂരിൻ്റെ നക്ഷത്രമായിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള റവറൻഡ് ഫാദർ നിര്യാതനായ നമ്മുടെ പോൾ ചിറ്റിപ്പള്ളി അവരുടെ 50-ാം ചരമവാർഷികവും നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ ആഘോഷിക്കുകയുണ്ടായി. അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നിക്കോളാസ് അച്ഛൻ്റെ തിരുപ്പട്ടത്തിൻ്റെ 50-ാം വാർഷികവും നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ഈ ചടങ്ങുകളെല്ലാം തന്നെ മനോഹരമാക്കാനായിട്ട് ഈ ജൂബിലി കമ്മിറ്റിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ കമ്മിറ്റികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടേറെ കമ്മിറ്റികളുണ്ട്. ഓരോ കമ്മിറ്റികൾക്കും കൺവീനേഴ്സ് ഉണ്ട്, അതിൻ്റെ അംഗങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ ഒരു വർഷം ഇത്രയും അധികം പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനായിട്ട്. ഈ അവസാന നിമിഷത്തിൽ നമ്മൾ നടത്തിയ സന്യസ്ത സംഗമം, ഏറ്റവും അവസാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛന്മാരും നമ്മുടെ സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞതുപോലെ ദൈവവിളിയുടെ വിശ്വാസത്തിൻ്റെ നാമ്പുകൾ നമ്മൾ തന്നെ ഇട്ടുകൊടുക്കണം. നമ്മുടെ വർഗീസ് അച്ഛനും ഫ്രാൻസിസ് അച്ഛനും പറയാറുള്ളത് പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. അതവർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇന്ന് രാവിലെ നടന്ന ചടങ്ങ്. 32 കുട്ടികളാണ് ഈ 365 ദിവസം, അതിൽ 1-2 ദിവസമൊക്കെ അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട് മാനുഷികമായ പരിഗണനയുടെ പേരിൽ. 32 കുട്ടികളാണ് ഇന്ന് സൈക്കിൾ സമ്മാനത്തിന് അർഹരായത്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയും നിർവഹിക്കാനുള്ള വലിയൊരു ഉപയുടെ പ്രവർത്തനമുണ്ട്. നമ്മുടെ ജൂബിലി ഭവനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് അത് നടത്തണമെന്ന് തന്നെയാണ് ഈ ജൂബിലി കമ്മിറ്റിയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അത് നമുക്ക് നടത്താനാവും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഒരു 4 കോടിയുടെ പള്ളി നമുക്ക് പണിയാമെന്നുണ്ടെങ്കിൽ ഒരു ജൂബിലി ഭവനമല്ല, 1, 2, 3 ജൂബിലി ഭവനങ്ങൾ നമുക്ക് പണിതു കൊടുക്കാനാകും. അതിനുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ജൂബിലി കമ്മിറ്റിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങ് ഏറെ മനോഹരമാക്കാനായിട്ട്, അതുപോലെ തന്നെ ഈ ജൂബിലി ആഘോഷങ്ങളുടെ കഴിഞ്ഞ മെയ് മാസം മുതലുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ സംഘടിപ്പിക്കുന്നതിനായിട്ട് സഹകരിച്ച നമ്മുടെ ട്രസ്റ്റിമാരെ, മാറിപ്പോയിട്ടുള്ള ട്രസ്റ്റിമാരെ, ഇപ്പോഴുള്ള ട്രസ്റ്റിമാരെ, നമ്മുടെ ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സ്, 3 ഗവൺമെൻറ്റിലെയും സിസ്റ്റേഴ്സിൻ്റെ ഏത് പരിപാടി പറഞ്ഞാലും ഡെക്കറേറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ റെഡിയാണ്. പ്രാർത്ഥനയുടേതായിട്ടുള്ള ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മളെ സഹായിച്ച ഓൾട്ടർ ബോയ്സ്, ഗായക സംഘം, അതുപോലെ തന്നെ നമ്മുടെ ദേവാലയ ശുശ്രൂഷി, എല്ലാവർക്കും ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇത്രയും സമയം, അതുപോലെ ഇത്രയും നാൾ നീളുന്ന പ്രവർത്തനങ്ങൾക്ക് ഇടവകയോടൊപ്പം ചേർന്ന് എല്ലാ നല്ലവരായിട്ടുള്ള ഇടവക ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് നന്ദി പറയുകയാണ്. ഇനിയും നല്ലൊരു മിമിക്സായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരെ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് ആസ്വദിക്കാൻ ഇവിടെ ഉണ്ടാകണം. പ്രതിജ്ഞനേകണ്ടിവരും പ്രത്യേകം ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ നമുക്ക് ലൈറ്റും വെളിച്ചവും സൗണ്ടും ഒക്കെ നൽകിയ ലക്ഷ്മി സൗണ്ടിൻ്റെ ഉടമകൾ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ യോഗാംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്